ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ സുതാര്യത വേണ്ടേ എന്നാണ് ചോദ്യം. സുജയ. സുതാര്യത വേണം. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇന്ന് ആ കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുകയും ചെയ്തത്. ആ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ്. മാത്രമല്ല, രണ്ട് ഭാഗമായി തിരിഞ്ഞ് രണ്ട് സൈഡിൽ നിന്നും, അതായത് ഇപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന്, BJP-യുടെ ഭാഗത്തു നിന്ന് കൃത്യമായി അവർ ആദ്യം മുതൽ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു വരുന്നു. മറുഭാഗത്ത് സർക്കാർ ഇങ്ങനെ, അതുപോലെ തന്നെ പാർട്ടി ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഈ വിഷയത്തിൽ 4-5 തവണ വിശദീകരണം നടത്തി. നമ്മൾ സാധാരണ മറ്റു വിഷയങ്ങളിൽ കാണുന്നത് പോലെയല്ല, തുടർച്ചയായി ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു ഡിഫെൻസീവിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ കൃത്യമായി പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെ പലതരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. അതിൽ മുൻ നിലപാട് എന്തായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഏത് ഇടതുപക്ഷക്കാരനോടും ഉയരുമല്ലോ. കാരണം ശബരിമല യുവതീ പ്രവേശന വേളയിൽ, അല്ലെങ്കിൽ ആ വിധി നടപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ത്രീകൾ കയറിയതോടെ ആ വിധി ശബരിമലയിൽ നടപ്പായി എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരെങ്ങനെ കയറി, ആര് കയറ്റി, മറ്റാരെയൊക്കെ കയറ്റാൻ ആരൊക്കെ കൊണ്ടുവന്നു, അതെല്ലാം നമ്മൾ ആ സമയത്ത് 2018 ഈ വിധി വന്ന സെപ്റ്റംബർ 28 വിധി വന്നത്. അതിനുശേഷമുള്ള കാലയളവിൽ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ജനുവരി 2 വനിതാ മതിൽ തീർക്കുന്നത് 2019. അപ്പോൾ ഈ വനിതാ മതിലിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് നിർജ്ജീവമായി പോകുന്ന നവോത്ഥാന സംരക്ഷണ സമിതിയും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയാണ് എൻഡോഴ്സ് ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടു. അപ്പോൾ പല കാര്യങ്ങളിൽ പല കാലങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ അത് ഓഡിറ്റ് ചെയ്യപ്പെടും. അത് ഇപ്പോൾ ഇടത് സർക്കാരിന്റെ കാര്യത്തിലായാലും പിണറായി വിജയന്റെ കാര്യത്തിലായാലും കൃത്യമായി അത് ഓഡിറ്റ് ചെയ്യപ്പെടും. 2018 ഇത് 2025 എന്ന് കരുതിയിട്ട് കാര്യമില്ല. 7 വർഷം എന്ന് പറയുന്നത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാലയളവ് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. 10-15 വർഷം മുൻപ് നടന്ന ഒരു കാര്യമാണെങ്കിൽ ആ ഒരു ക്രമേണ നമ്മുടെ ബുദ്ധിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അതൊക്കെ പതുക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒരു മറവിയിലേക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഇപ്പോൾ കൃത്യമായ ഒരു റിമൈൻഡർ ഇട്ടതുപോലെയാണ്. 2018 എന്താണ് നടന്നത്, ഇപ്പോൾ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയാണ്. ഡോക്ടർ അരുൺ ഇപ്പോൾ ആ കേസിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും ഓരോ കാലഘട്ടങ്ങളിൽ എടുത്ത നിലപാട് എന്താണ് എന്നതും വ്യക്തമാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നത്. 2019 ഈ വിഷയത്തിൽ അതാണ് തുറന്നു കാട്ടേണ്ടത് എന്നതാണ് ഞാൻ കരുതുന്നത്. സർക്കാരിനേക്കാളും BJP-യെക്കാളും ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന സ്റ്റാൻഡ്, അവരുടെ നിലപാടിലെ പൊയ്മുഖങ്ങൾ, അത് അടർന്നു വീഴുകയാണ് ഓരോന്നോരോന്നായി. ഇന്നിപ്പോൾ UDF യോഗം ചേരുകയാണ്. എന്നിട്ട് എന്തൊരു അഴകുഴമ്പൻ സമീപനമാണ് അവരെടുക്കുന്നത്. നിങ്ങളത് ചെയ്തില്ലേ, നിങ്ങൾ ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറയാനല്ല, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ UDF കൺവീനർ, UDF ചെയർമാൻ, അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഒരു നിലപാട് പറഞ്ഞിരുന്നെങ്കിൽ അതാണ് അവരുടെ നിലപാട് എന്ന് വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടേനെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടേനെ. ഇത് രണ്ടും ഇന്നുണ്ടായിട്ടില്ല എന്നത് നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. അല്ലാത്ത പക്ഷം ഇന്ന് കോടതി ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ, അത് കൃത്യമായി ഉന്നയിക്കാൻ പോലും ഇന്ന് പ്രതിപക്ഷത്തിന് കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമുക്ക് ഓരോന്നോരോന്നായി എടുത്തു നോക്കാം. ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ച ചോദ്യം, ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്? അതിന് സർക്കാരിന്റെ പക്കലുള്ള മറുപടി ദേവസ്വം ബോർഡാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അഡ്വക്കേറ്റ് PS പ്രശാന്താണ് നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ പോകുന്നത്. ആ ക്ഷണം സ്വീകരിക്കാനെന്നല്ല, ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത്. അതേക്കുറിച്ച് ഇന്ന് ചോദ്യം ഉയർന്നപ്പോൾ അതിനും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അയ്യപ്പ സംഗമം മാത്രമല്ലെന്നേ, നമുക്ക് മറ്റ് സംഗമങ്ങളും വേണം. ഏറ്റുമാനൂരിലൊക്കെ വേണം. ഏറ്റുമാനൂരപ്പൻ്റെ ഒരുപാട് ഭക്തരുണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇവിടം വരെയുള്ള എല്ലാ 1252-54 ക്ഷേത്രങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലെല്ലാം പ്രതിഷ്ഠകൾ വ്യത്യസ്തമാണ്. മാത്രമല്ല അയ്യപ്പ ക്ഷേത്രങ്ങൾ ശബരിമല മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലെല്ലാം ഓരോ ഡേറ്റിയുടെയും ഓരോ വിശ്വാസത്തിലും, അല്ലെങ്കിൽ ഓരോരുത്തരും, ഇപ്പോൾ ഗണപതി മിത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഗണപതി സംഗമം നടത്തുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗണേശോത്സവത്തിന്റെ ഭാഗമായി അത് നടത്താമായിരുന്നു, ഒരു ഗണേശ സംഗമം. എന്തായാലും മുണ്ടൂരിലൊക്കെ സഖാക്കൾ പോയി നിമജ്ജനം നടത്താനായി ചെകുവേരയും ഒക്കെ കൂട്ടുപിടിച്ചു പോയി എന്നൊക്കെ കേട്ടു. പിന്നീട് പാർട്ടി അത് ഞങ്ങളുടെ പരിപാടിയല്ല എന്ന് തള്ളി. മിത്താണെന്ന് പറയുകയും നിമജ്ജനം ചെയ്യുകയും രണ്ടും കൂടി ചേർന്ന് പോകില്ലല്ലോ. അപ്പോൾ വിശ്വാസം വേണോ അതോ വിശ്വാസികളെ വേണോ എന്നതാണ് CPIM നേരിടുന്ന ചോദ്യം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിശ്വാസികളാകാൻ പൊടുന്നനെയൊന്നും പറ്റില്ലല്ലോ. പിന്നെ വിശ്വാസിയാണ് എന്നൊരു പൊയ്മുഖം, അല്ലെങ്കിൽ ഒരു മാസ്ക് എടുത്ത് വെക്കാം. ആ മാസ്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാലും ആളുകൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കും. കൃത്യമായി ഫിൽട്ടർ ചെയ്ത് ഓരോ നേതാവിന്റെയും ഉള്ളിലിരിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഓരോ നേതാവും എന്താണ് എന്ന് മനസ്സിലാക്കിയ മലയാളിയുടെ മുന്നിലാണ് ഈ കളികളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ പ്രതിപക്ഷം എടുക്കുന്ന സ്റ്റാൻഡും ഇടതുപക്ഷം എടുക്കുന്ന സ്റ്റാൻഡും BJP എടുക്കുന്ന സ്റ്റാൻഡും ജനങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ കാര്യത്തിലെ എൻ്റെ കൃത്യമായ ബോധ്യം. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനാണ് അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് മതസൗഹാർദ്ദം, കേരളത്തിൽ മതസൗഹാർദ്ദം ഉള്ള സംസ്ഥാനമാണെന്നേ. അയ്യപ്പ സംഗമം നടത്തിയില്ല എങ്കിൽ സെപ്റ്റംബർ 20 മുൻപ്, സെപ്റ്റംബർ 20 ശേഷം അങ്ങനെയുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ പോവുകയാണോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന്
വേണ്ടി അയ്യപ്പ സംഗമം. അതിനുശേഷം ഇനിയിപ്പോൾ ഗണേശ സംഗമം നടത്തുമായിരിക്കും. കാരണം ഗണപതിയെ ആരാധിക്കുന്ന ധാരാളം ഭക്തരുണ്ട്. അപ്പോൾ ആ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗണപതിയെ ആരാധിക്കുന്ന ഭക്തരുടെ ഒരു സംഗമം അതിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിനകം തന്നെ ഒരു അസൈൻമെന്റ് കൊടുത്തതുകൊണ്ട് അവരുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമെന്ന് വെക്കാം. ഇനിയിപ്പോൾ അടുത്ത ഗുരുവായൂരോ അല്ലെങ്കിൽ ഇവിടെ കൊച്ചിയിൽ തന്നെയോ ഒക്കെ നടത്താമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഗമങ്ങളൊക്കെ നടത്തി അത് ഓരോ മതവിഭാഗങ്ങളുടെയും ഇപ്പോൾ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ അങ്ങനെയുള്ള സംഗമങ്ങൾ നടത്തി ക്രിസ്മസിനൊക്കെ സംഗമം ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ക്രിസ്മസ് സംഗമം അങ്ങനെ ഓരോന്നോരോന്നായി നടത്തി മതേതര സർക്കാരാകുമ്പോൾ ഈ സംഗമം എല്ലാം നടത്തണമല്ലോ. ദേവസ്വം ബോർഡല്ലേ? അല്ല, ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചതുപോലെ തന്നെ ഞാൻ പറയട്ടെ. ദേവസ്വം ബോർഡിനെ അല്ല, മതസൗഹാർദ്ദം പറയട്ടെ, മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ ദേവസ്വം ബോർഡിനെയാണ് ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ക്രിസ്മസ് സംഗമം അടക്കം നടത്തണമല്ലോ. ശബരിമല മാത്രം അല്ല, മുസ്ലിം ആളുകൾക്കും അവിടെ എത്തി വാവരെ കൂടി കാണാം. അതുകൊണ്ടാണ് അല്ല, വാവര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ക്രൈസ്തവർക്ക് വരണ്ടേ? ശരി, അപ്പോൾ ശബരിമലയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് ആരെയാണ്? ശബരിമലയിൽ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളെ, കാലാകാലങ്ങളായി വരുന്ന ആളുകളെ, വിദേശികളായ പണമുള്ളവരെ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മലേഷ്യയിൽ നിന്നടക്കമുള്ള കൃത്യമായി ചെറിയ പിക്ക് ചെയ്താണ് ക്ഷണിക്കുന്നത്. അത് നിങ്ങൾ എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായി പിക്ക് ചെയ്ത് തന്നെയാണ് അവിടേക്ക് ആളുകളെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഈ പരിപാടിയിൽ ലോഗിൻ ചെയ്യാം. ഞാൻ പറയട്ടെ ഡോക്ടർ അരുണിന്റെ ടേൺ കഴിഞ്ഞല്ലോ, ഞാനൊന്ന് പറയട്ടെ. ഇവിടെ അപ്പോൾ മതസൗഹാർദ്ദം അയ്യപ്പ സംഗമത്തിലൂടെ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് എന്ന് ഹൈക്കോടതിയിൽ പറയുമ്പോൾ അത് അതേപടി ഹൈക്കോടതി തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം കൃത്യമായി സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണല്ലോ ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകളിലായി ഉള്ളതും. മാത്രമല്ല ഫണ്ട് സമാഹരണം, വരവ് ചെലവുകൾ, ഇതെല്ലാം സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞ കാര്യം, വെർച്വൽ ക്യൂ വെബ്സൈറ്റ് അതുവഴിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. ഭക്തരെന്ന് പറയുമ്പോൾ ശബരിമലയിലേക്ക് പോയിട്ടുള്ള ആർക്കുമാകാം. ബിന്ദു അമ്മിണി പോയിട്ടുണ്ടല്ലോ. പക്ഷേ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ കഴിഞ്ഞ ദിവസം എന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ബിന്ദു അമ്മിണി വരേണ്ട. അപ്പോൾ അവരെന്താ ഭക്തയല്ലേ? യുവതീ പ്രവേശം താങ്കൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഞാൻ പൂർത്തിയാക്കട്ടെ. യുവതീ പ്രവേശം നടപ്പായത് ബിന്ദു അമ്മിണി ശബരിമലയിൽ കയറിയപ്പോൾ കൂടിയാണല്ലോ. ആ ബിന്ദു അമ്മിണിക്ക് പ്രവേശനമില്ലാത്ത എന്ത് സംഗമമാണ് അപ്പോൾ അവിടെ നടക്കുന്നത്? ബിന്ദു അമ്മിണി വരേണ്ട. അവരെ പോലുള്ളവരെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇത് മന്ത്രിയുടെ വാക്കുകളാണ്. ഐ എം കോട്ടിംഗ് വി.എൻ. വാസവൻ. അപ്പോൾ അവരെ പോലുള്ളവരെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ യുവതീ പ്രവേശത്തിൽ ബിന്ദു അമ്മിണിയെ അവിടെ മല കയറ്റിയതിൽ സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ബിന്ദു അമ്മിണി അവിടെ കയറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ BJPയും സംഘപരിവാർ സംഘടനകളും പറയുന്നത് അതേപടി ആവർത്തിക്കുകയാണ് മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ ഒരു പൊയ് മുഖം അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെ ഇപ്പോൾ ബിന്ദു അമ്മിണിയെ അന്ന് ഞങ്ങൾ കയറ്റിയത് തെറ്റിപ്പോയി എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. അതങ്ങ് വ്യക്തമായി പറഞ്ഞാൽ മതി. അന്ന് യുവതീ പ്രവേശന വിധി നടപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അന്ന് ഈ തിടുക്കത്തിൽ ഇവരെ പിടിച്ചു കയറ്റിയത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി. അതാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് പരമാർത്ഥം. അതിനെ ഇനി നിങ്ങൾ ഏത് തരത്തിൽ ന്യായീകരിച്ചാലും അതിനുമേൽ പല മേലങ്കികൾ എടുത്തു വെച്ച് കഴിഞ്ഞാലും ഇതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രി പറയരുത് ബിന്ദു അമ്മിണി ഞാൻ വരട്ടെ എന്ന് ചോദിച്ച് കത്ത് കൊടുത്തു, ആ കത്തിന് മറുപടിയില്ല, അവർ വരേണ്ട എന്ന് ദേവസ്വം മന്ത്രി പറയുന്നു. ഇതിൽ കൂടുതൽ എന്താണ് ഇതിൽ ക്ലാരിറ്റി വരേണ്ടത്? സുതാര്യമാണെന്നേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ബിന്ദു അമ്മിണി മല കയറിയ ആളാണ്. ഡോക്ടർ അരുണിന്റെ ലോജിക്ക് വെച്ചാണെങ്കിൽ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത് അവിടെ ശബരിമലയിൽ വന്നിട്ടുള്ള ഭക്തർക്ക് ആർക്ക് വേണമെങ്കിലും പോകാം. ബിന്ദു അമ്മിണി പോയതാണ്. അല്ല, 5 വർഷത്തിനിടയിൽ 2 തവണയെങ്കിലും അതാണ് ഒരു കണ്ടീഷൻ. ആ 2 തവണ നിങ്ങൾക്ക് വെർച്വൽ ക്യൂ വഴി അവിടെ വന്ന വിശ്വാസികൾക്ക് ആരും ഒഴുകണം വരാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 5 വർഷത്തിനുള്ളിൽ വന്നതെന്ന് പറയുമ്പോൾ ബിന്ദു അമ്മിണി ഏതായാലും അതിന് മുൻപാണല്ലോ, 2018 പോയത്. ഒറ്റ തവണയെ പോയിട്ടുള്ളൂ. പിന്നെ അവർക്ക് ദൈവം സഹായിച്ച് പോകാൻ പറ്റിയിട്ടില്ല. അവരുടെ ഭക്തി സർക്കാർ തന്നെ കെടുത്തി കളയുകയും ചെയ്തു. ആളുകളാണ്. അല്ല, താങ്കൾ തേങ്ങയെ കാണുകയുള്ളൂ. താങ്കൾ ദേവസ്വം മന്ത്രി പറഞ്ഞു കാണില്ല. അതുകൊണ്ടാണ് തേങ്ങയെ കാണൂ, തേങ്ങയെ കാണൂ. താങ്കൾ ആ തേങ്ങ ഒന്ന് താഴ്ത്തി വെക്കൂ. ഞാനൊന്ന് പറയട്ടെ, ഈ സംഗമം നടത്തുന്നത് സർക്കാരാണോ ദേവസ്വം ബോർഡാണോ? ശരി, തേങ്ങ മാത്രമല്ല മനിതി സംഘവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഈ സംഗമം നടത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ആരാണ്? ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞതിന് ശേഷം ക്ഷണിക്കാൻ പോകുന്നത് ആരെയാണ്? എക്കാലവും ഹിന്ദു വിരുദ്ധത പ്രകടമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ള M.K. സ്റ്റാലിനെയാണ്. M.K. സ്റ്റാലിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം M.K. സ്റ്റാലിനെ തടയുമെന്ന് പറയുന്നു. പിന്നീട് സ്റ്റാലിൻ വരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. കാരണം വിശ്വാസികൾക്കായുള്ള സംഗമം എന്നാണല്ലോ, രാഷ്ട്രീയക്കാർക്കായുള്ള സംഗമമല്ല. ഭരണ നേതൃത്വത്തിൽ ഭാഗമെന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്റ്റാലിനെ കൊണ്ടുവരുന്നു എന്നത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും സ്റ്റാലിൻ എന്തായാലും
വരുന്നില്ല, ഉദയനിധി സ്റ്റാലിനും വരുന്നില്ല. അവിടെ നിന്ന് 2 മന്ത്രിമാരായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സർക്കാരിന്റെ പരിപാടിയല്ല, ദേവസ്വം ബോർഡിന്റെ ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുദ്ര പതിപ്പിച്ച, എംബ്ലം പതിപ്പിച്ച, സംസ്ഥാന സർക്കാരിന്റെ ലെറ്റർ ഹെഡിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്ഷണക്കത്താണ് പോകുന്നത്. അപ്പോൾ സർക്കാരാണോ പരിപാടി നടത്തുന്നത്, ദേവസ്വം ബോർഡാണോ പരിപാടി നടത്തുന്നത്? ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. ഒരു മതേതര സർക്കാർ ദേവസ്വം ബോർഡിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡ് ചെയ്യുന്ന കാര്യം എന്ന് കോടതിയിൽ പറയുകയും എന്നാൽ സർക്കാർ തന്നെ നേരിട്ട് ഈ ക്ഷണക്കത്തെല്ലാം അയക്കുകയും ചെയ്യുകയാണ്. സർക്കാർ നടത്തുന്നതിന് ഞാൻ എതിരല്ല, സർക്കാർ നടത്തുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഈ ഒരു വിശ്വാസം മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും വേണ്ടി നടത്തണമെന്നേ. കാരണം കേരളത്തിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികളായ മനുഷ്യരാണ്. എത്തീസ്റ്റുകളൊക്കെ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ നമ്മൾ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 5 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു എത്തീസ്റ്റേ മാക്സിമം ഉണ്ടാവുകയുള്ളൂ. അതാണ് ഈ നാടിന്റെ ദുർഗതി. എത്തീസ്റ്റ് ഉള്ളതാണോ? അല്ല, എത്തിസ്റ്റ് ഒന്നായി പോകുന്നത്. ശരി, സയന്റിഫിക് ടെമ്പർമെന്റ് എന്നുള്ള ഒരാളുള്ളത് അഭിമാനപൂർവ്വം അല്ല. സയന്റിഫിക് ടെമ്പർ വിശ്വാസിക്ക് ഉണ്ടാകില്ല എന്നൊന്നും താങ്കൾ കരുതണ്ട. വിശ്വാസി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തവരാണെന്നാണോ? അല്ല, അഭിമാനത്തോടു കൂടി 5-ൽ 1 ഉള്ളൂ കേട്ടോ. അല്ല, എത്തിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിശ്വാസങ്ങളെയും പുച്ഛിക്കുന്ന, അല്ല, എല്ലാ വിശ്വാസങ്ങളെയും പുച്ഛിക്കുന്നത് 5-ൽ 1 ആണെങ്കിലും അത് അപകടമാണ്. 5-ൽ 1 ആണെങ്കിലും അത് അപകടമാണ്. പുച്ഛിക്കുന്നത് ആരാ? ഒരു വിശ്വാസിയാണ്. അയാൾ വിശ്വസിക്കാത്ത മറ്റൊരു മതത്തെ പുച്ഛിക്കുന്നത്. ഒരു യുക്തിവാദിയും മറ്റു മതത്തെ പുച്ഛിക്കുകയല്ല ചെയ്യുന്നത്. അയാൾക്ക് മറ്റു മതങ്ങളും ഇല്ല, നിങ്ങളുടെ മതം കൂടി എനിക്കില്ല, അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ ശരി, എത്തിസ്റ്റുകൾക്ക് വേണ്ടി വാദിക്കാനും ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ അയ്യപ്പന്മാർക്ക് സംശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് ദൃഢപ്രതിജ്ഞയാണ്. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നിയമസഭയിലെ സത്യപ്രതിജ്ഞ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ദൃഢപ്രതിജ്ഞയാണ് ചെയ്തിരിക്കുന്നത്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളല്ല. അപ്പോൾ വിശ്വാസികൾ വരട്ടെ, വിശ്വാസികളുടെ സംഗമമായിരിക്കണം എന്നതാണ് NSSന്റെ നിലപാട്. അപ്പോൾ ദേവസ്വം മന്ത്രി പോലും വിശ്വാസിയല്ല എന്നത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ വ്യക്തമായ കാര്യമാണ്. ദൈവനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇതിന് അപ്പുറത്തൊരു സംഗമം കൂടി 22-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ വിശ്വാസികളെ എല്ലാവർക്കും വേണം. എന്നാൽ ആരൊക്കെയാണ് വിശ്വാസികൾക്കൊപ്പമുള്ളത്, ആർക്കാണ് വിശ്വാസമുള്ളത് എന്നത് ജനങ്ങൾക്ക് കൂടി വിശ്വാസമാകണം. അതിലാണ് ഒരു സുതാര്യത വേണ്ടത്. അല്ലാതെ വെറുതെ ഫണ്ട് വിരിവിന് മാത്രമായിട്ട് അല്ലെങ്കിൽ പണക്കാരായ ഭക്തരെ കൂടുതലായിട്ട് കൊണ്ടുവന്ന് അതുകൂടി ഈ ഫണ്ടിലേക്ക് കൊണ്ടുവന്ന്, കാരണം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല എന്നതും ഈ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് ഈ ശബരിമല അല്ലെങ്കിൽ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ മനസ്സിലാക്കാത്ത പൊട്ടന്മാരൊന്നും അല്ല മലയാളികൾ. പറയട്ടെ, അല്ല, ഞാൻ ചോദിക്കട്ടെ, നടവരവ് പോലും ഇല്ലാത്ത ജീർണാവസ്ഥയിൽ കിടക്കുന്ന എത്രയോ ക്ഷേത്രങ്ങൾ ഇതേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. പറയട്ടെ, സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്ന, എന്റെ പോയിന്റ് അതാണ്, വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുകയാണെങ്കിൽ താങ്കളുടെ ജില്ലയിലടക്കം എത്രയോ ക്ഷേത്രങ്ങൾ ജീർണാവസ്ഥയിൽ കിടക്കുന്നുണ്ട്, എന്റെ ജില്ലയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രങ്ങൾ അല്ല, അവിടെ ജീവനക്കാർക്കുള്ള തുക കൊടുക്കുന്നത് എത്രയാണ്, എത്രമാത്രം തുകയാണ് കൊടുക്കുന്നത്? അതുപോലെ ഈ ജീർണാവസ്ഥയിലുള്ളതിന്റെ പുനരുദ്ധാരണം എത്ര സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്? അതൊക്കെ വിശ്വാസികൾ തന്നെയാണ്. മലബാർ ദേവസ്വം, നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യമാണല്ലോ പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷം അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോകില്ല, വിഷയം മാറ്റണ്ട. പറയട്ടെ, കാലത്തിന് ശേഷം സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടവരവില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ അങ്ങോട്ട് കൊടുത്തു. ശരി, കൊടുത്തതിന് ശേഷം എത്ര സ്ഥലങ്ങളിൽ പുനരുദ്ധാരണം നടന്നു? നടന്നിട്ടില്ല. അതാ ഞാൻ ചോദിക്കുന്ന കാര്യം അതാണ്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ കൃത്യമായി സുതാര്യത വേണമെന്നേ. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നിങ്ങൾ പണം അനുവദിക്കുന്നുണ്ട്, പണം കടലാസിൽ അനുവദിച്ച് പണം അവിടെ എത്തി കൃത്യമായി ആ പദ്ധതിക്കായി വിനിയോഗിക്കപ്പെട്ടോ എന്നത് കൂടി അറിയണം. ഇപ്പോൾ നിങ്ങൾ റോഡ് നിർമ്മിക്കുമെന്ന് പറയുന്നു, റോഡ് നിർമ്മിച്ച് റോഡ് നമ്മൾ അവിടെ കാണുകയാണ്, അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതിലും ഒരു ക്ലാരിറ്റി വേണമെന്നേ. അല്ലാതെ നിങ്ങൾ ശബരിമല അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് അല്ലെങ്കിൽ വിശ്വാസത്തിനൊപ്പമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊരു വ്യവസായം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നതാണ് എന്റെ സ്ട്രോങ് ടേക്ക്. ഇതിലൊരു സുതാര്യത വേണം, അല്ലാത്ത പക്ഷം സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് ജനത്തിന്, വിശ്വാസികൾക്ക് നന്നായി മനസ്സിലാവും. Meet the editors.